പ്രിയപ്പെട്ടവർ നമസ്കാരം, സനോജാണ്. ഇന്നൊരു 26 സെൻറ്റ് സ്ഥലവും 1350 സ്ക്വയർ ഫീറ്റ് ഒരു വീടുമാണ് നമുക്ക് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റോഡിനോട് ചേർന്ന് തന്നെയാണ്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ പ്രത്യേകത വെച്ചാൽ നമ്മൾ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ പറമ്പ് കിടക്കുന്നത്. അപ്പോൾ പറമ്പിൽ 6 സെൻറ്റായിട്ടും അതൊരു 15 സെൻറ്റായിട്ടും പിന്നെ വേറൊരു 6 സെൻറ്റും വീടുമായിട്ട് മാത്രവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് പാലക്കാട് ജില്ലയിലെ മുട്ടിക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന കമ്പ വള്ളിക്കോട് പോകുന്ന റോഡിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ എന്തായാലും സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും കാണാം. ഓക്കെ, സ്ഥലം കണ്ടല്ലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുട്ടിക്കുളങ്ങരയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ്. ഇവിടെയാണ് നമ്മുടെ സ്ഥലമുള്ളത്. ഒരു ബസ് റൂട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നമുക്ക് ബസ് കാണാൻ പറ്റും. ബസ് വരുന്നുണ്ട്, സംശയമുണ്ട്. ബസ്സിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അതാ ബസ്സിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ബസ് റൂട്ടുള്ളതാണ് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് വരുന്നുണ്ട്. നല്ല റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പൊടി ഉണ്ടാവും കേട്ടോ. എന്തായാലും നമുക്ക് ലേശം മാറി നിൽക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു 30 മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കൊടുക്കാറുള്ളത് കേട്ടോ. നമുക്ക് കൊടുക്കാനുള്ളത് 26 സെൻറ്റ് സ്ഥലവും 1350 സ്ക്വയർ ഫീറ്റ് ഒരു വീടുമാണ് കേട്ടോ. 26 സെൻറ്റ് സ്ഥലത്തിൽ മുറിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയാം. ഇത് നമ്മൾ കയറുന്നത് പറമ്പിലേക്കാണ്. വീടിൻ്റെ ഫ്രണ്ടേജ് വേറൊരു ഭാഗത്തൂടെയാണ് കേട്ടോ. ഇത് നമ്മുടെ പറമ്പിലോട്ട് കയറുന്ന വഴിയാണ്. നമുക്ക് പറമ്പിലേക്ക് കയറുന്ന വഴിയിൽ തന്നെ അതവിടെ കണ്ടില്ല. ഇതൊക്കെ വിറ്റ് പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ പറമ്പിന് 2 സൈഡിലും റോഡിനോട് ചേർന്നിട്ടുള്ള 2 സൈഡിലുള്ള സ്ഥലങ്ങൾ വിറ്റ് പോയിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ വീടുകൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഏരിയയാണ്. റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ഈ പ്ലോട്ട് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് കയറുകയാണ്. ഈ കയറുന്ന ഭാഗത്തുനിന്ന് നമുക്ക് വലത് ഭാഗത്തായിട്ടൊരു 6 സെൻറ്റ് മാത്രമായിട്ടും കൊടുക്കും കേട്ടോ. 6 സെൻറ്റ് മാത്രമായിട്ടും കൊടുക്കും. ഇപ്പോൾ നമ്മൾ പറമ്പിൻ്റെ ഉള്ളിലാണ്. നമ്മൾ വണ്ടി പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. റോഡിനോട് ചേർന്ന് വണ്ടി പോകാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഇടത് ഭാഗത്ത് കാണുന്ന ഈ പ്ലോട്ടാണ് 6 സെൻറ്റ്. ഇത് 6 സെൻറ്റ് മാത്രമായിട്ടും കൊടുക്കുന്നതാണ്. ഈ 6 സെൻറ്റിലാണെങ്കിൽ ഒരു തേക്ക്, അതുപോലെ തന്നെ തെങ്ങ്, പിന്നെ നെല്ലി, മാവ്, അങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങൾ, മരങ്ങൾ നമുക്ക് ഈ പറമ്പിലുണ്ട് കേട്ടോ. ഈ 6 സെൻറ്റിൽ മാത്രമായിട്ട്. ഈ 6 സെൻറ്റ് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് പ്രത്യേകിച്ച് നമുക്ക് കുറച്ചുകൂടി വഴി ഇങ്ങനെ ഉള്ളിലേക്ക് വരും കേട്ടോ. നമ്മളിപ്പോൾ കണ്ട 6 സെൻറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ മൊത്തത്തിൽ 26 സെൻറ്റിൽ ഒരുമിച്ച് കിടക്കുന്ന ഏരിയ തന്നെയാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ. അപ്പോൾ ജസ്റ്റ് ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ നമ്മുടെ വീടിനോട് ചേർന്ന് നമുക്ക് ആകെയുള്ളത് ഈ കിണർ മാത്രമേ ഉള്ളൂ. ഈ കിണറിൽ നിന്നാണ് നമ്മൾ എല്ലാം വെള്ളം സൗകര്യമൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് വറ്റാത്തൊരു കിണറാണ് കേട്ടോ. നല്ല വെള്ളമുള്ള കിണറാണ്. ഇപ്പോൾ വേനൽക്കാലമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം പറ്റില്ല, അത് ഉറപ്പുള്ളതാണ്. അപ്പോൾ എന്തായാലും ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു കിണറാണ്. ഈ കിണർ ഏകദേശം പറമ്പിൻ്റെ നടുക്കായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കിണറും പിന്നെ കുറച്ച് സ്ഥലവും ആ വീടും എല്ലാം കൂടി ഒരു 15 സെൻറ്റ് സ്ഥലമായിട്ടും അതിൻ്റെ ഓണർ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറമ്പിൻ്റെ അതിരൊക്കെ ഒന്ന് കാണാം. ഈ നമ്മൾ കാണുന്നതാണ് വീട് കേട്ടോ. ആ വീടിൻ്റെ ഒരു സൈഡിലൂടെ നമ്മൾ കയറുന്നത്. ഇതിൻ്റെ വീടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് മറുവശത്താണ്. അത് 2 സൈഡിലേക്കും മെയിൻ റോഡിലേക്ക് പോകുന്ന റോഡ്, ടാറിട്ട് റോഡ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കൂടെ എളുപ്പത്തിൽ കയറിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് മതിൽ കെട്ടിയിരിക്കുന്നത് എന്താ വെച്ചാൽ പറമ്പും വീട് കിട്ടുമെന്നൊരു വേർതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒറ്റ ഡോക്യുമെൻറ്റ്സിലാണ് കിടക്കുന്നത്. മാത്രമല്ല നമ്മുടെ വീടിരിക്കുന്നത് 6 സെൻറ്റ് സ്ഥലമാണ്. 6 സെൻറ്റും 9 സെൻറ്റ് സ്ഥലം കൂടി കൂട്ടിയിട്ട് അങ്ങനെ 15 സെൻറ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തിൽ. മൊത്തത്തിലെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് വീടും സ്ഥലവും അത് കിണറൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലം മതിച്ചാൽ അങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അതിരെന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ പറമ്പിൻ്റെ അതിരെന്ന് പറയുന്നത്. മഴ പെയ്യുമ്പോൾ റൂഫിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ നമുക്ക് പറമ്പിലേക്ക് എത്തിക്കാനുള്ള പൈപ്പുകളാണ് ടൈയിട്ടിരിക്കുന്നത്. ഒരു 10 തെങ്ങിൻ്റെ ഉള്ളിൽ നമ്മുടെ പറമ്പിലുണ്ട്. ഒരു മാവ്, പിന്നെ പേരയ്ക്ക, നെല്ലിക്ക, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ പറമ്പിൽ എല്ലാവരും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് പറമ്പിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ വീട് ഇരിക്കുന്നത് 6 സെൻറ്റ് സ്ഥലത്തിലാണ്. പ്രത്യേകം എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ടോയ്ലറ്റിൻ്റെ കുഴി ആ പറമ്പിലാണ് കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് 15 സെൻറ്റും കിണറും എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലം മേടിച്ചോളാൻ പറയുന്നത് കേട്ടോ. നമ്മൾ വീട് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ 6 സെൻറ്റും വീടും മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിലാണെങ്കിൽ ടോയ്ലറ്റിൻ്റെ കുഴി നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ കിണർ നമുക്ക് അതിലില്ലല്ലോ. അതുകൊണ്ട് ഒരു ബോർവെല്ലോ ഒരു കിണറുള്ള സൗകര്യം നമ്മൾ അതിൽ കാണേണ്ടി വരും.
അപ്പോൾ ഈ കാണുന്നതാണ് വീടിനോട് ചേർന്നിട്ടുള്ള റോഡ് പറയുന്നത്. നമ്മുടെ സ്ഥലത്തിനോട് ചേർന്നിട്ടുള്ള റോഡാണ്. വേറെ വലിയ വീതിയുള്ള റോഡ് മുമ്പിലിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ ബാക്കി ഫ്രണ്ടേജും അതുപോലെ തന്നെ റോഡും അതുപോലെ അകത്തൊക്കെ നമുക്ക് കയറി കാണാം കേട്ടോ. ഈ കാണുന്നതാണ് വീടിനോടുള്ള ചേർന്നിട്ടുള്ള ഫ്രണ്ടേജ് ടാർ റോഡ്. ഇത് നേരെ മെയിൻ റോഡിലേക്ക് കയറുന്ന റോഡാണ്. അതുപോലെ തന്നെ ഒരു അംഗനവാടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ വീടിനോട് ചേർന്ന് തന്നെ. നേരെ പോകുന്നത് മെയിൻ റോഡിനോട് കയറുന്ന റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇത്രയും വീതിയുള്ള റോഡ്, വലിയ ലോറിയൊക്കെ വരാൻ പറ്റുന്ന വീതിയുള്ള റോഡ് തന്നെയാണ്. അവിടുന്ന് വലത്തോട്ട് തിരിച്ചാൽ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയായിട്ടോ. ഇതും നല്ല വീതിയുള്ള പരന്ന് കിടക്കുന്ന ഒരു റോഡ് തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് റോഡാണ് കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ വീട്. അടുത്തൊക്കെ അയൽവാസികളൊക്കെ ഉള്ള നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. എന്നാലും നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. നമ്മളീ കാണുന്ന ഇവിടുന്ന് നേരത്തെ കണ്ടിട്ടുള്ള വഴി അതാണ്. നമ്മുടെ പറമ്പിൻ്റെ അറ്റം വരെ വഴിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ നമുക്ക് കാർക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗേറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു തെങ്ങ് അവിടെ നിൽക്കുന്നുണ്ട്. അത് നാളുകാരുള്ളതുകൊണ്ട് വെട്ടാതിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് നല്ല ഒരു വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. നല്ല ഭംഗിയുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. ഗ്രാനൈറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ല സിറ്റ് ഔട്ടാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ലിവിങ് ഏരിയ കേട്ടോ. നല്ല വീതിയുള്ള നല്ല ഡോറിനോട് ചേർന്നൊരു ജനലൊക്കെ ആയിട്ട് നല്ലൊരു വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ്. 3 കള്ളിയുള്ള ജനലുകളൊക്കെ 2 സൈഡിലായിട്ടുണ്ട്. എന്നാലും നല്ല വലിപ്പമുള്ളൊരു ഹോൾ തന്നെയാണ് കേട്ടോ. നമുക്ക് ആട്ടുകട്ടിലും അതുപോലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉള്ളൊരു ഹോൾ തന്നെയാണ്. ഡൈനിങ് ഹാളിൻ്റെ ഡോറാണ് കേട്ടോ കാണുന്നത്. നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കയറാണ്. ആ ഡൈനിങ് ഹാളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പൂജാമുറി കാണാം. അതുപോലെ തന്നെ പൂജാമുറിയുടെ മുകളിലായിട്ട് ഷെൽഫ് സെറ്റ് ചെയ്തിട്ട് കേട്ടോ. ഡൈനിങ് ഏരിയയും നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയയാണ്. അതുപോലെ തന്നെ വലിയ നമുക്കൊരു ഡൈനിങ് ടേബിളൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. ചുമരിലെ പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ അടുക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഷെൽഫുണ്ട് കേട്ടോ. അപ്പോൾ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നമുക്കൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇസ്തിരി ഇടാനുള്ള സൗകര്യമുള്ളൊരു സ്പേസ് നമുക്ക് അവിടെ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. നല്ല വെളിച്ചവും അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു ബെഡ്റൂമാണ്. വലിയ കട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതൊരു ഷെൽഫാണ്. അയണിങ് ടേബിളിൻ്റെ മുകളിലായിട്ട് വരുന്ന ഒരു ഏരിയയിലുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും അതുപോലെ കോമൺ ടോയ്ലറ്റിലേക്ക് പോകുന്ന ഒരു ഏരിയയാണ്. അതിനൊരു ഡോർ സെറ്റ് ചെയ്തിട്ട് ഡോറിനോട് ചേർന്ന് തന്നെ ഒരു കബോർഡ് ഉണ്ട് കേട്ടോ. ഡോറ് തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗിയുള്ളൊരു ഡോറ് കാണാം കേട്ടോ. അത് കോമൺ ടോയ്ലറ്റിൻ്റെ ഡോറാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തൊരു വാഷ് ബേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. നമുക്ക് സൈഡിലൊരു കബോർഡൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് തുണികളൊക്കെ അടുക്കി വയ്ക്കാൻ പറ്റുന്നൊരു കബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചുമരിൽ. അതുപോലെ തന്നെ റൂമിനോട് ചേർന്ന് നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കാണാം. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ് കേട്ടോ. നല്ല വുഡൻ ടൈലൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു കിച്ചണാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാത്രമല്ല കിച്ചണിൽ നമുക്ക് ഒരുപാട് ഷെൽഫുകൾ കാണാം കേട്ടോ. എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും അടുക്കി വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ഷെൽഫുകൾ നമ്മുടെ ഈ കിച്ചണിൽ കേട്ടോ. നല്ല സൗകര്യത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ്. നമ്മുടെ മുകളിൽ ഷെൽഫുകളുണ്ട്. അതുപോലെ തന്നെ താഴെ ഉണ്ട് കേട്ടോ. കിച്ചൻ്റെ താഴെയും സ്ലാബിൻ്റെ താഴെയും നമുക്ക് ഒരുപാട് ഷെൽഫുകൾ വരുന്നുണ്ട്. ഇത് വർക്ക് ഏരിയയാണ്. അതുപോലെ തന്നെ വർക്ക് ഏരിയയുടെ മുകളിലും ഷെൽഫുകൾ വരുന്നുണ്ട്. 1 2 3 4 ഷെൽഫുകൾ വർക്ക് ഏരിയയുടെ മുകളിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന സ്പേസാണ് നമുക്ക് പുറത്തുള്ളത് കേട്ടോ. പിൻവശത്തുള്ള കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. നമുക്കിനി അപ്സ്റ്റെയർ എന്ന കാര്യം കാണാം കേട്ടോ. ഇത് മുകളിലുള്ള ബെഡ്റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിൽ AC സൗകര്യം ഉണ്ട് കേട്ടോ. ഇതും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഒരു കബോർഡ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് ഷെൽഫുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പാരപ്പറ്റാണ്. നമുക്ക് ഇവിടെ ഒരു 2 റൂം എടുക്കാൻ പറ്റുന്ന അത്ര സ്പേസ് ഉള്ളൊരു ഏരിയ ഉണ്ട്. മാത്രമല്ല നമുക്ക് ഇപ്പോൾ നിലവിൽ റൂഫ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ആ കാണുന്ന കോണിൽ കൂടെ കയറി കഴിഞ്ഞാൽ വാട്ടർ ടാങ്കിൻ്റെ അടുത്തേക്ക് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവർ നമുക്കിനി വിലയിലേക്ക് വരാം കേട്ടോ. നമുക്ക് ഈ 6 സെൻറ്റ് സ്ഥലവും 1350 സ്ക്വയർ ഫീറ്റ് വീടും മാത്രമാണെങ്കിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 36 ലക്ഷമാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിൽ വെള്ള സൗകര്യം അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ കുഴി നമ്മൾ കണ്ടെത്തേണ്ടി വരും. അത് ഇല്ലാതെയുള്ള റേറ്റാണ് ഈ പറയുന്നത് കേട്ടോ. ഈ റോഡിനോട് ചേർന്ന് എടുക്കുന്ന നമ്മുടെ 6 സെൻറ്റ് മാത്രമായിട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സെൻറ്റിന് 2.5 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് 15 സെൻറ്റ് സ്ഥലം, അതായത് നമ്മുടെ ഈ കിണറും ആ വീടും ചേർന്നിട്ട് നല്ല കറക്റ്റ് സ്ക്വയർ ആയിട്ടൊരു സ്ഥലമാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത്
മൊത്തം 55 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് കേട്ടോ. അതും നെഗോഷ്യബിളാണ്. ഇനി അടുത്ത ഓപ്ഷൻ ഉള്ളത് 26 സെൻറ്റ് സ്ഥലം മുഴുവനായിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ എന്തായാലും അതിൻ്റെ വില എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് കേട്ടോ. മൊത്തം സ്ഥലവും വീടും എല്ലാം കൂടിയിട്ടുള്ള വിലയാണ് പറയുന്നത്. അതും നെഗോഷ്യബിൾ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അമ്പലങ്ങൾ, പള്ളികൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ഇതെല്ലാ സൗകര്യങ്ങളും നമുക്ക് അധികം ദൂരെ അല്ലാണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഏകദേശം ടൗണിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. മാത്രമല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.